ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് മന്ത്ര. ചിക്കൻ കൊണ്ട് പലതരം വിഭവങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരു ചിക്കൻ മേടിച്ച് ഒരു കറി ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാൾ എത്രയോ രസമാണ് ഒരു ചിക്കൻ വെച്ച് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചാൽ. അതിനായി നമ്മൾ ചിക്കൻ മേടിച്ച് ഫ്രീസറിലേക്ക് വെക്കുന്നതിന് മുൻപ് തന്നെ പ്ലാൻ ചെയ്ത് തരംതിരിച്ച് സെപ്പറേറ്റ് കവറുകളിലാക്കിയതിനു ശേഷമേ ഫ്രിഡ്ജിൽ വെക്കാവൂ. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ എങ്ങനെയാണ് ചിക്കനെ തരംതിരിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഒരു ചിക്കൻ കഴുകി നീറ്റാക്കി 4 തരംതിരിച്ച് വെച്ചിരിക്കുകയാണ്. ചിക്കൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടാണ് ഞാൻ മേടിച്ചത്. ഇവിടെ ഞാൻ എല്ലോട് കൂടിയ എന്നാൽ മാംസം കുറവുള്ള പീസസ് നോക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ചിക്കന്റെ കഴുത്ത്, ചിറകിന്റെ ഭാഗങ്ങൾ, അങ്ങനെ ഒത്തിരി മാംസം ഒന്നും ഇല്ലാതെ എല്ല് കൂടുതലുള്ള കഷ്ണങ്ങൾ. ഇത് ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും നല്ല പീസസ്, മാംസമുള്ള എന്നാൽ എല്ലോട് കൂടിയ പീസസ് അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് എനിക്ക് ഒരു ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ്. മാംസം തനിയെ ഉള്ള ഭാഗങ്ങളുണ്ട് ചിക്കന്റെ ബ്രസ്റ്റ് പീസ് ഒക്കെ വരുന്ന ഭാഗങ്ങൾ. ചിക്കൻ കറി വെക്കുമ്പോൾ പലർക്കും അങ്ങനെ മാംസം മാത്രമുള്ള പീസസ് ഒരുപാട് ഇഷ്ടമില്ല. അങ്ങനെ മാംസം മാത്രമായിട്ടുള്ള പീസസ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ചിക്കൻ സൂപ്പും ചിക്കൻ പിസയും ഒക്കെ ഉണ്ടാക്കാം. ചിക്കൻ സൂപ്പും ചിക്കൻ പിസയും ഒക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഞാൻ അതിന്റെ രണ്ടിന്റെയും വീഡിയോ അമ്മൂസ് മന്ത്രയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാനാണ് ഏറ്റവും എളുപ്പം. തൊണ്ടവേദന ഉള്ളപ്പോൾ, തൊണ്ടയ്ക്ക് എന്തെങ്കിലും കിച്ചുകിച്ചൊക്കെ തോന്നുമ്പോൾ കുറച്ചധികം കുരുമുളക് പൊടി ഇട്ട് നമ്മൾ ചിക്കൻ സൂപ്പ് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര റിലീഫ് ആയിരിക്കും. ചിക്കൻ സൂപ്പിന്റെയും ചിക്കൻ പിസയുടെയും എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാർഡ്സിലും കൊടുത്തേക്കാം. ഇനി ഇതിലൊന്നും പെടാതെ കുറച്ച് കഷ്ണങ്ങൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കന്റെ ഹാർട്ട്, അതുപോലെ കരള്, അതുപോലെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കുറെ പീസുകൾ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അത് സാധാ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ചിക്കനെ 4 തരം തിരിച്ച് വെച്ചിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും നമ്മൾ ചിക്കൻ മേടിക്കുമ്പോൾ തരം തിരിക്കുന്നത് നമ്മുടെ മെനു അനുസരിച്ചാണ്. നമ്മൾ ഏതൊക്കെ വിഭവങ്ങളാണോ ചിക്കൻ കൊണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് അതനുസരിച്ച് വേണം നമ്മൾ ചിക്കൻ ഡിവൈഡ് ചെയ്യാനായിട്ട്. ഇതില് ഈ മാംസത്തോടുള്ള പീസും അതുപോലെ തന്നെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള പീസും ഞാൻ സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. രണ്ടും ഇപ്പം അത്യാവശ്യമുള്ളതല്ല. സിപ്ലോ കവറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാസ്റ്റിക് കവറുകളിലോ ഒക്കെ ടൈറ്റ് ആയിട്ട് അടച്ച് ഫ്രീസറിൽ വെക്കാം. അത് ആവശ്യമുള്ള സമയത്ത് ആ ഒരു പർട്ടിക്കുലർ കവർ മാത്രം എടുത്ത് പുറത്ത് വെച്ച് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ചിക്കൻ സ്റ്റൂവും ചിക്കൻ ബിരിയാണിയും അടുത്ത ദിവസം തന്നെ എനിക്ക് ഉണ്ടാക്കാനുള്ളതായതുകൊണ്ട് അത് രണ്ടും മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇങ്ങനെയാണ് ഒരു ചിക്കൻ ഞാൻ തരംതിരിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. ഞാൻ പറഞ്ഞു, ഓരോരുത്തരും തരംതിരിച്ച് വെക്കുന്നത് അവരവരുടെ ചിക്കൻ വിഭവങ്ങളെ ആശ്രയിച്ചാണ്. നമുക്ക് ഏത് ചിക്കൻ വിഭവമാണോ ഉണ്ടാക്കാൻ ഇഷ്ടം അതനുസരിച്ച് ചിക്കനെ തരംതിരിച്ച് സെപ്പറേറ്റ് കവറുകളിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. ചിക്കന്റെ ഒരേ വിഭവം തന്നെ കഴിച്ച് മടുത്തവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നുള്ളൂ. കുഞ്ഞു ഫാമിലിക്കൊക്കെ ഒരു നേരം കഴിച്ചാൽ അത് തീരും. അപ്പൊ നമുക്കത് ബോറടിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഇവിടെ കൊടുക്കുന്നില്ല. ചിക്കൻ സ്റ്റൂവിന്റെ റെസിപ്പിയുമായി അമ്മൂസ് മന്ത്രയിൽ വീണ്ടും വരുന്നത് വരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.